അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഷമീറിൻ്റെയും ആയിഷയുടെയും മധുവിധു രാത്രി കഴിഞ്ഞു. പിറ്റേന്ന് രാവിലെ അതാ ഷഫീഖിൻ്റെ വീട്ടിൽ അവൻ ഓരോന്ന് ആലോചിച്ചു. അല്ലാ, ഇന്ന് എന്നോട് ഷാഹുൽ വരാൻ പറഞ്ഞതാണല്ലോ. എന്തൊക്കെ തന്നെയാലും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന എൻ്റെ കൂട്ടുകാരനാണ്, പോകാതിരിക്കാൻ പറ്റില്ല. എന്നാൽ ആ നിമിഷം തന്നെ അതാ ഷാഹുലിൻ്റെ വീട്ടിലേക്ക് ഷഫീഖ് പുറപ്പെടുകയാണ്. അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം അത് ഷാഹുലിൻ്റെ വീടിന് മുമ്പിൽ ഷഫീഖ് എത്തി. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. എടാ, നീ ഇത്ര പെട്ടെന്ന് വന്നോ? അതെ, നീ വിളിച്ചാൽ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോടാ? എന്തിനാ നീ എന്നോട് വരാൻ പറഞ്ഞത്? എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതായത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് നീ ഒരു ജോലി സെറ്റാക്കി തരണം. ജോലിയോ? എന്ത് ജോലി? അല്ല, ഞാൻ സാധാരണ രീതിയിൽ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്കാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് എൻ്റെ കീഴിലുള്ള പണിക്കാർ അതാണ്. പക്ഷേ എന്ത് ജോലിയും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എന്ന് വെച്ചാൽ ഒരു വീടിൻ്റെ വാർപ്പ് കഴിഞ്ഞത് മുതലുള്ള എല്ലാ ജോലികളും, അതായത് അവിടെയുള്ള തേപ്പായാലും അതുപോലെ ഡിസൈനിങ് ആയാലും ഫ്ലോറിൻ്റെ പണിയായാലും അതുപോലെ ഇൻറ്റീരിയർ വർക്കായാലും പാനൽ വർക്കായാലും എന്ത് വർക്കും ഞാൻ ചെയ്യും. പിന്നെ അതിനെൻ്റെ അടുത്ത് പണിക്കാരുണ്ട്. പക്ഷേ നീ എനിക്ക് പെട്ടെന്ന് ഒരു സൈറ്റ് സെറ്റാക്കി തരണം. എടാ, നീ എന്തൊക്കെയാണ് പറയുന്നത്? അപ്പോൾ ഇവിടെ തന്നെ ഇഷ്ടം പോലെ, ഇവിടെ വേണ്ട, വേറെ നിൻ്റെ ആ ഭാഗത്ത് എവിടെയെങ്കിലും? എന്താ നീ ഉദ്ദേശിക്കുന്നത്? എടാ, ഒരു കാര്യം ഞാൻ നിന്നോട് പറയട്ടെ, എല്ലാം ഞാൻ തുറന്ന് പറയട്ടെ. എന്തൊക്കെ ഈ പറയുന്നത്? അപ്പോഴേക്കും അതാ അവൻ്റെ ഉമ്മ ചായയുമായി വരുന്നു. മോനെ, ഇരിക്കട്ടോ, ഞാൻ ചായ എടുക്കട്ടെ. അവർ അപ്പോഴേക്കും ചായ കൊണ്ടുവന്ന് അവർക്ക് രണ്ടുപേർക്കും കൊടുത്തു. മോനെ, എന്തായാലും എൻ്റെ കുട്ടിക്ക് തീരെ വയ്യായിരുന്നു. ഇപ്പോൾ അൽഹംദുലില്ലാ കുറേയൊക്കെ റാഹത്തായിട്ടോ. ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും പഠിച്ച റബ്ബാണ് ജീവൻ തിരിച്ചു തന്നത്. അല്ലെങ്കിൽ എന്തായി തീരും? ഉമ്മ, നിങ്ങൾ വിഷമിക്കില്ലേ? എന്തായാലും ഓനക്കൊരു ജോലി ഞാൻ പുതിയ സെറ്റായി കൊടുക്കട്ടെ. പഴയ ജോലിയോട് അവനക്ക് ആകെപ്പാടൊരു വെറുപ്പാണത്രേ. കാരണം ആ ജോലി ചെയ്യുമ്പോഴൊക്കെ അല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. മോനെ, എന്ത് ജോലിയാണെങ്കിലും എൻ്റെ കുട്ടി ചെയ്തോളും. പക്ഷേ ഈ നാട്ടിൽ ഇനി വേണ്ട, ഇനി വേറെ എവിടെയെങ്കിലും പോയി ചെയ്യായിരിക്കും നല്ലത്. എന്തേ ഉമ്മ? അതെ, അവന് പറ്റിയ വീട് കാര്യങ്ങൾ സൈറ്റ് ഞാൻ സെറ്റാക്കി തരാം. പക്ഷേ എൻ്റെ വീടിൻ്റെയൊക്കെ ഏകദേശമൊക്കെ അടുത്തായിട്ടാണ് വരിക. എന്ന് വെച്ചാൽ നേരെ കാണുന്നതല്ല, കുറച്ച് അപ്പുറത്തൊക്കെ ആയിട്ട്. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവന് വീട് പണിയാണ്, വാർപ്പ് കഴിഞ്ഞിട്ടതാണ്. ഇതുപോലുള്ള പണികളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ വർക്ക് വരാനുണ്ട്. അവൻ പറഞ്ഞല്ലോ എന്ത് ജോലി ഞാൻ ചെയ്തോളാം എന്നുള്ളത്. പിന്നെ ജീവിക്കാൻ വേണ്ടി പണിയെടുക്കാൻ ഞാൻ പറ്റുമോ? അത് അവൻ്റെ കാര്യത്തിൽ ഉമ്മ വിഷമിക്കണ്ട, ഞാൻ അതൊക്കെ സെറ്റായി കൊടുത്തോളാം. മോനെ, ആയിക്കോട്ടെ. പക്ഷേ ശത്രുക്കളൊക്കെ ഇല്ലാത്തടത്ത് വേണം കേട്ടോ. എൻ്റെ കുട്ടിക്ക് ആരൊക്കെ ശത്രുക്കളുണ്ട്, എന്താ ചെയ്യുക? ആ ഉമ്മ സങ്കടത്തോടെയാണ് അത് പറഞ്ഞത്. എന്നാൽ അതാ ഷഫീഖ് പറയുന്നു, ഉമ്മ നിങ്ങൾ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട, അവൻ്റെ കാര്യമൊക്കെ ഞാൻ റെഡി ആയിക്കോളാം. എടാ, എന്നാൽ പിന്നെ നാളെ തന്നെ പോര്, ഞാൻ ലൊക്കേഷൻ വിട്ടു തരാം. എന്നാൽ ഈ സമയം അതാ ഷഫീഖ് അവിടെ നിന്ന് അല്പം സംസാരിച്ച് ഇറങ്ങി. നേരെ പോയത് നൂറയുടെ വീട്ടിലേക്കായിരുന്നു. എടാ, എവിടെ? മോനിപ്പം അങ്ങോട്ട് ഇറങ്ങി, ഉമ്മ പറഞ്ഞു. അത് ശരി, അതല്ലേ അവൻ പണിക്കാരെ കിട്ടുമെന്ന് അന്വേഷിച്ചു. ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ആൾക്കാർക്ക് പണിയെടുക്കാൻ മടിയാണെന്നേ. മോനെ, അതെ, ഞങ്ങൾ ഈ തറവാട്ടിൽ നിന്ന് ഒന്നങ്ങോട്ട് മാറി താമസിക്കാൻ മഴക്കാലമാകുമ്പോഴത്തേനെങ്കിലും വിചാരിച്ചിരുന്നു. പക്ഷെ നടന്നില്ല അതൊന്നും. ഇനിയിപ്പം പണിക്കാരെ കിട്ടാനുമില്ല, ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു, മോനെ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് അതങ്ങോട്ട് നമുക്ക് കുടി നിന്ന് കിട്ടിയാൽ അതിനും വേണ്ട മോനെ, അത്യാവശ്യം കുറച്ച് പണി കഴിക്കുക, അതിന് ആരും കിട്ടാല്ലേ ഉമ്മ. പണിക്കാരൊക്കെ ഞാൻ കൊണ്ടുവന്ന് തരാം, നിങ്ങൾ ഓന് വന്നിട്ട് പറയും, ഓക്കെ? അങ്ങനെ അത് ഷഫീഖ് അവിടെ നിന്ന് ഇറങ്ങി. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ നൂറയുടെ ഭർത്താവ് ദിൽഷാദ് ഷഫീഖിനെ വിളിക്കുന്നു. ഹലോ എടാ, നീ വീട്ടിൽ വന്നിരുന്നില്ലേ? എനിക്ക് കുറച്ച് നേരത്തെ ഇറങ്ങേണ്ടിയിരുന്നു, അപ്പോൾ ഇറങ്ങിയതായിരുന്നു. ഓക്കെ, നീ ഒന്ന് വാട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എത്ര ആളുകൾ കോൺട്രാക്ടർമാർ ഞാൻ ആ വാർപ്പണ് കഴിഞ്ഞ് കിട്ടിയതെന്ന് എനിക്ക് ഓർമ്മയുള്ളൂ, വേറെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. പണിക്കാരത്തിന് എത്ര എണ്ണത്തിനെ കണ്ടിട്ടും ഓർക്കും ഒഴിവില്ല. മഴ അത് ഇത് എന്നൊക്കെ പറഞ്ഞു പലർക്കും മടിയാണ്. പിന്നെ ബംഗാളികളെ കിട്ടണം, എന്നാൽ പിന്നെ വലിയ കുഴപ്പമില്ല. പിന്നെയെന്ന് വെച്ചാൽ ഉള്ള വീടിന് വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ജീവിച്ച് കുഴപ്പമൊന്നുമില്ല, ചോർച്ചയും കാര്യങ്ങളൊന്നുമില്ല. എന്നാലിപ്പോൾ ഉമ്മാക്കിപ്പോൾ ആ വീട്ടിലേക്ക് അങ്ങോട്ട് കൂടിയേ തീരും. അതാണ് എനിക്ക് വലിയ താല്പര്യമില്ല. എന്താ അപ്പോൾ
നമ്മളെ ജീവിതം എന്തായാലും നായ നക്കിയ പോലെ തന്നെയാണ്. നമുക്ക് വലിയ സുഖമൊന്നും ഒന്നുകൊണ്ടില്ലല്ലോ. ഷെഫീഖേ, നീയായിട്ട് നഷ്ടപ്പെടുത്തുകയാണ് കാര്യങ്ങളൊക്കെ. നീയായിട്ട് ഒന്നും നഷ്ടപ്പെടുത്തരുത്. നിനക്ക് കയ്യിൽ കിട്ടിയ ഭാഗ്യം മുതലല്ല നീ തട്ടിവിടരുത്. നിനക്കത് വല്ലാത്തൊരു വിഷമായി തീരും. ഒന്ന് പോടാ. എനിക്ക് താല്പര്യമില്ല. വെറുതെ താല്പര്യമില്ലാത്ത വിഷയത്തിനെ കുറിച്ച് എന്തിനാണ് ചിന്തിക്കുന്നത്? അല്ല പിന്നെ അല്ല, എന്നിട്ട് എന്തായി? പണിക്കാരും എല്ലാം കിട്ടിയോ? അത് കിട്ടിയിട്ടുണ്ട്, നാളെ നോക്കാൻ വരും. ഓക്കേടാ, എന്നാൽ ശരി. എന്നാൽ ഈ സമയം നൂറ വീട്ടിൽ നിന്ന്, ഉമ്മ നേരത്തെ ആരാ വന്നത്? മോളെ, നേരത്തെ വന്നത് അത് മോൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഈ വീടേ കുറേ ദിവസം അലങ്ങാൻ നിൽക്കണത് ഒന്ന് തേപ്പും ഒക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള പണികളും ഫ്ലോറിൻ്റെ പണിയൊക്കെ ഒന്ന് കഴിച്ച് കഴിഞ്ഞാൽ ഒരു കാണാൻ തന്നെ ഒരു ലുക്കായിരിക്കുമല്ലോ. ഇതിങ്ങനെ ഇടുകയാണ്. എന്നിട്ട് പിന്നെ അയക്കാണ്ട് കൂടിയിരുന്ന ഒരു സമാധാനം. പക്ഷെ ഓനക്ക് തീരെ അതിനെക്കുറിച്ചൊരു ചിന്തല്ല. പൈസ ഇല്ലാണ്ടൊന്നുമല്ലല്ലോ, ചിന്തല്ല. ഞാൻ ഇപ്പോൾ എന്താ ചെയ്യുക? ചിന്തല്ല, അതന്നെ. അതുകൊണ്ട് തന്നെ പിന്നെ ഇപ്പം ഇങ്ങനെ ഏതായാലും ഇപ്പോൾ എവിടുന്നേക്ക് ഒന്ന് ഒത്ത് കിട്ടിയേക്കണ്. വന്നാൽ മതിയായിരുന്നു. പണിക്കാർ വന്ന് കിട്ടി നമുക്ക് ഇവിടുന്ന് ചോറും ചായയും വെള്ളവും എന്തും കൊടുക്കാം. അതൊന്നും ഒരു വിഷയമേ അല്ല. എന്താ എനിക്ക് പണിക്കാർക്ക് ചിലവിന് കൊടുക്കണൊക്കെ ഇഷ്ടമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും പോവില്ലല്ലോ, നമ്മളെ തൃപ്തിപ്പെടുത്തണമല്ലോ. എന്നാൽ നൂറ ഒരു നിമിഷം വിചാരിച്ചു, റബ്ബേ, അതെ, ഈ ഇവരുടെ വീട് പണി ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? എനിക്കിതുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? അതെ, എനിക്കിപ്പോഴും ഒരു അടുക്കളക്കാരുടെ ഫീൽഡിലല്ലേ ഞാൻ ഇവിടെ ജീവിക്കുന്നത്. അല്ലാതെ എനിക്കൊരു സന്തോഷവും കാര്യമൊന്നുമില്ലല്ലോ. സാരല്ല, എന്നാലും പഠിച്ചോ നിന്ന ജീവിതം ജീവിച്ച് തീർക്കണമല്ലോ. അതിപ്പോൾ എവിടെയായാലും എൻ്റെ വീട്ടിൽ നിൽക്കൽ തീരെ കഴിയൂല. ബാപ്പാരുടെ അടുത്ത് നിൽക്കാൻ കഴിയൂല. എന്നാൽ ഈ ഉമ്മാക്കെങ്കിലും സ്നേഹമുണ്ട്. എന്നാൽ ഈ ഉമ്മയെങ്കിലും ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പഠിച്ചോനെ, എനിക്ക് റബ്ബേ ഈ ഉമ്മയുടെ സ്നേഹമെങ്കിലും നിലനിർത്തി തരണേ അല്ലാ. നീ തന്ന ജീവിതം എനിക്ക് ജീവിച്ച് തീർക്കണമല്ലോ. പാവം നൂറ, അതെ, അവളുടെ മനസ്സ് വളരെയധികം വിഷമത്തിലാണ്. ഒരു നിമിഷം അവൾ കല്യാണ വീട്ടിൽ നിന്ന് അവനെ കണ്ടു എങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാതെ വിതുമ്പിപ്പോകുന്ന അവസ്ഥയായിരുന്നു. കാരണം അതിൻ്റെ പേരിലാണ് എന്നെ ഒരുപാട് ദിവസം തല്ലിയതും പൂട്ടിയിട്ടതും അവനെ കൈകാലുകൾ തല്ലിയൊടിച്ചതും. ഒരിക്കൽ പോലും ഇനി ഷാഹുലിന് ഒരു പരിക്കും പറ്റാൻ പാടില്ല എൻ്റെ കാരണം കൊണ്ട്. നൂറ് അതായിരുന്നു വിചാരിച്ചിരുന്നത്. എൻ്റെ ബാപ്പ ഒരുപാട് ഉപദ്രവിച്ചെന്ന് പറഞ്ഞപ്പോൾ മനസ്സ് വിഷമിച്ചിരുന്നു. അവൾ ഓരോന്ന് ചിന്തിച്ചു. ആ രാത്രിയും അന്ന് അങ്ങനെ ഉമ്മയുടെ അടുത്ത് അവൾ കഴിച്ചു കൂട്ടി. തൻ്റെ ഭർത്താവ് വരും, ഭക്ഷണം കൊടുത്താൽ പോലും ചോദിക്കും, ഇതാരാ ഉണ്ടാക്കിയത്? തീരെ ടേസ്റ്റില്ലല്ലോ. എന്നാൽ ഒരു നിമിഷം അത് നൂറയാണ് ഉണ്ടാക്കിയതെന്ന് വെച്ച് അവൻ പല ദിവസങ്ങളിലും തട്ടിത്തെറിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അന്നും അതാ അവൻ ചോദിക്കുന്നു, ആരാണ് ഭക്ഷണം ഉണ്ടാക്കിയത് എന്ന്. തീരെ ടേസ്റ്റില്ല, മറ്റവർ ഉണ്ടാക്കിയതായിരിക്കും അല്ലേ എന്ന് പറഞ്ഞ് ആ ഭക്ഷണം തട്ടിത്തെറിപ്പിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ, അവൾ ഇന്ന് അടുപ്പത്തേക്ക് വന്നിട്ടില്ല, അവളാകെ ക്ലീനിങ് ആയിരുന്നു നമ്മുടെ വീടൊക്കെ ആകപ്പാടെ. ഞാൻ പറഞ്ഞു, എല്ലാം ഞാനുണ്ടായിക്കോളാം, നീ വിഷമിക്കണ്ട എന്ന് പറഞ്ഞു. എന്നിട്ടിപ്പോൾ ഞാനുണ്ടാക്കിയ ഭക്ഷണമെല്ലാം നീ തട്ടിത്തെറിപ്പിച്ചു അല്ലേ? അത് വായിലേക്ക് വെച്ചപ്പോഴേ അവളുണ്ടാക്കിയതെന്ന് എനിക്ക് തോന്നി, അതാണ് ഞാൻ. നിനക്കല്ലെങ്കിൽ കുറച്ച് ദേഷ്യവും വാശിയും കൂടുന്നുണ്ട്. എവിടുക്കാന്നാവും നിൻ്റെ പോക്ക്? പിന്നെ കെട്ടി പെണ്ണിനെ ബുദ്ധിമുട്ടാക്കിയാലേ ഒരിക്കൽ പോലും നിനക്ക് നല്ല നില ഉണ്ടാവില്ല കേട്ടോ. അതിനേക്കാളും വല്ല അസുഖമുള്ളവരൊക്കെ നിനക്ക് കിട്ടിയാൽ നീ ഇടങ്ങാറാകും. ആവശ്യമില്ലാത്തതിന് വെറുതെ നിൽക്കണ്ട. ഉമ്മയുടെ ഉപദേശം കേൾക്കുമ്പോൾ അവൻ പറഞ്ഞു, ഉമ്മ ഒന്നും മിണ്ടാതിരിക്കോ? നിങ്ങളല്ലാതെ അവളെ വെച്ചുകൊണ്ടിരിക്കുക സുഖമില്ലാത്ത ആ ഒരു പെണ്ണിനെ? വല്ല അപസ്മാരമുള്ള എണ്ണത്തിന് എൻ്റെ തലയിൽ വെച്ച് കെട്ടാനായിരുന്നു ഉമ്മാൻ്റെ ഉദ്ദേശമല്ലേ? മോനെ, ഈ പഠിച്ചോനെ മറന്നൊന്നും പറയരുത്. ആ കുട്ടിക്ക് ഒരു അസുഖമില്ല. എന്തോരം നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് അവൾ ഇവിടെ ചെയ്യുക കാര്യങ്ങളൊക്കെ. എന്നാൽ പെട്ടെന്ന് ഫൗസിയ കയറി വന്നു. ഉമ്മ, ഫൗസിയ, ഈ വന്നോ? ഈ വരുന്നതിന് കുഴപ്പമില്ല, ദയവായി ആ പെണ്ണിനെ ഇടങ്ങാറാക്കരുത് കേട്ടോ. തുടങ്ങി ഉമ്മ വന്ന് കയറുമ്പോഴേ തുടങ്ങി, എവിടെ നിങ്ങളെ പുന്നാര മരുമകളെ? എന്നാൽ അവൾ അവിടെ തുണി കഴുകിയിട്ടത് ഉണക്കിയെടുത്ത് ഇസ്തിരി ഇട്ട് വെക്കുകയായിരുന്നു. അവൻ്റെ ഷർട്ടും പാൻറ്റും എല്ലാം ഇസ്തിരിയിട്ട് അവൻ വരുന്നതിന് മുമ്പ് ബെഡ്റൂമിൽ കൊണ്ടുപോയി വെക്കും, അല്ലെങ്കിൽ ചീത്ത പറയും. അതുകൊണ്ട് തന്നെ വരുന്നതിന് മുമ്പായിട്ട് അതെല്ലാം അവൾ ചെയ്തു തീർക്കും. പിന്നെ ഈ ജോൻ്റെ കുപ്പായും ഇസ്തിരിട്ട് കൊണ്ടിരിക്കുക എപ്പോഴും. പിന്നെ ഒരിക്കലും നിങ്ങൾ തമ്മിൽ ഒത്തു പോകില്ല എന്നുണ്ടെങ്കിൽ ഇനി പിന്നെ ജോൻ്റെ ഡ്രസ്സൊന്നും അലക്കാനും പിന്നെ വേലക്കാരത്തിൻ്റെ റോളിൽ വേണേൽ നിന്നോ, അതിന് കുഴപ്പമില്ല. ഞാൻ ഒരു കാര്യം പറയാം, ദയവായി ഈ
ഇവിടുത്തെ മരുമകളാണെന്നും ആരോടും പറയണ്ട കേട്ടോ. എനിക്കത് ഒട്ടും ഇഷ്ടമല്ല. എന്നാൽ അത് കേട്ടുകൊണ്ട് ഉമ്മ വന്നു. എടി ഫൗസിയ, ഞാൻ പറഞ്ഞല്ലോ, ഈ എന്തിനാണ് ഇങ്ങനെ ഇടങ്ങാറാക്കാൻ വേണ്ടി വരുന്നത്? എനിക്കവിടെ നിൽക്കണോടത്ത് നിന്നൂടെ? പിന്നെ എനിക്കെൻ്റെ വീട്ടിൽ കയറി വരുന്നതിനിപ്പോൾ ഒരാളാവശ്യമില്ല. അല്ലെങ്കിൽ ഉമ്മാക്ക് മരുമകളെ കിട്ടിയപ്പോൾ പിന്നെ ഞാൻ വരുന്നേ പറ്റൂല തീരെ. എന്താന്നില്ലേ? എന്നാൽ ഫൗസിയ അന്നതാ ഓരോന്ന് നുള്ളിപ്പെറുക്കി പറയുന്നു. എന്നാൽ അതാ പെട്ടെന്ന് അവൻ അങ്ങോട്ട് വന്നു. ആഹാ എടി ഫൗസി, നീ എപ്പോഴും വന്നത്? ഞാൻ കുറച്ച് നേരമായി. എൻ്റെ പൊന്നാരെൻ്റെ ദിൽഷാദേ, ഞാൻ ഇങ്ങോട്ട് വരുന്നത് ഉമ്മാക്ക് പറ്റുന്നില്ല. ഉമ്മാക്കൊരു മരുമകളുണ്ടല്ലോ ഇവിടെ. ആര്? നീ ആരെ കാര്യം പറഞ്ഞേ? എൻ്റെ പെണ്ണാണെങ്കിൽ അത് ഉമ്മാൻ്റെ മരുമകളല്ലോ. ഒരിക്കലും അത് എൻ്റെ പെണ്ണല്ല. എനിക്ക് താല്പര്യമില്ല, എനിക്ക് ഇഷ്ടമില്ല. പിന്നെ നിങ്ങൾ വേലക്കെന്ന് പറഞ്ഞ് നിർത്തണേ, ആയിക്കോട്ടെ, നോ പ്രോബ്ലം. പക്ഷേ എൻ്റെ തലയിലേക്ക് ഞാൻ എൻ്റെ ഭാര്യയാണെന്ന് എവിടെയും പറയാൻ പാടില്ല. അതേ എനിക്കുള്ളൂ. മനസ്സിലായല്ലോ? ആയിക്കോട്ടെ, വേലക്ക് നിന്നോട്ടെ. ഇവിടെ ഇഷ്ടംപോലെ പണികളുണ്ട്. അല്ലെങ്കിലും പഴയ കുറച്ച് വലിയ വീടാകുമ്പോൾ കുറേ പണികൾ ഉണ്ടാവും അല്ലേ? അങ്ങനെ ഇതാ ഫൗസിയ അതും ഇതും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. എടി, വൈകുന്നേരത്തിന് ചായക്കടന്ന് ഉണ്ടാക്കുന്നില്ലേ? വേഗം പഴം ഒക്കെ അവിടെ വേഗം പൊരിച്ചുവിട്ടാ, എന്നിട്ട് വേണം തിന്നിട്ട് എനിക്ക് പോകാൻ. എന്നാൽ അവൾ വീട്ടിലെ ജോലികളെല്ലാം കഴിഞ്ഞ് അപ്പോഴേക്കും വീണ്ടും അടുപ്പത്ത് അതാ കത്തിച്ചുണ്ടാക്കി പഴംപൊരി ഉണ്ടാക്കി കൊടുക്കുന്നു. പിന്നെ കുറച്ച് മധുരം കുറച്ച് കൂടുതൽ ഇട്ടോട്ടെ, പിന്നെ നല്ല നന്നായിക്കോട്ടെ, എണ്ണ കുടിക്കരുതിട്ടാ. ഫൗസിയുടെ ഓരോ നിർദ്ദേശം. എന്നാൽ ഉമ്മ പെട്ടെന്ന് പറഞ്ഞു. എടി, ഇന്ന് അനക്കെന്നാണ് ഉണ്ടായിക്കൂടെ? ഓളക്കാളും അനക്ക് അറിയുന്നുണ്ടെങ്കിൽ അതന്നെയല്ലേ ഏറ്റവും നല്ലത്. എന്നെ ഉണ്ടായിക്കോ, എന്തിനാ ഓളെ പഠിപ്പിക്കണത്? ഫൗസിയുടെ മുഖം വല്ലാതെ. ഉമ്മാക്ക് ഞാൻ ഇങ്ങോട്ട് വരുന്ന ഇഷ്ടമില്ല ഒന്നും എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് എൻ്റെ ബാപ്പാൻ്റെ കൂടി വീടാണ്, അതുകൊണ്ട് ഞാൻ വരും. നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. മോളെ വരുന്നതിനല്ല, എൻ്റെ സ്വഭാവം ഇജ്ജ് ഒന്ന് നന്നാക്കണം. എന്നാൽ പാവം നൂറ, അവൾ ഭയന്ന് മിണ്ടാതെ നിൽക്കും. മോളജ് ഒന്നും കൊണ്ട് വിഷമിക്കണ്ട കേട്ടോ. ഓലൊക്കെ അങ്ങനത്തെ ആൾക്കാരാണ്. ഓല അങ്ങനെ പലതും പറയാതൊന്നും വിഷയാക്കണ്ട കേട്ടാ. ഉമ്മയുടെ വാക്കുകൾ മാത്രമാണ് പലപ്പോഴും നൂറയ്ക്ക് ആശ്വാസമായത്. ആ ദിവസവും അങ്ങനെ കഴിഞ്ഞു. പിറ്റേന്ന് രാവിലെ 8 മണിയായപ്പോൾ അതാ വീടിൻ്റെ കോളിംഗ് ബെൽ ആരോ അമർത്തുന്നു. മോളെ നൂറ, മോളൊന്ന് പോയോക്കിക്കേ, ആരവിടെ ബെല്ലടിച്ചതെന്ന്. ഉമ്മ, ആയിക്കോട്ടെ. ഒരു നിമിഷം അതാ നൂറ വാതിൽ തുറക്കുവാൻ വേണ്ടി വന്നു. അവൾ പെട്ടെന്ന് വാതിൽ തുറന്നു. എന്നാൽ വാതിൽ തുറന്നപ്പോൾ കണ്ട ആ കാഴ്ച അവൾ ഞെട്ടിപ്പോയി. റബ്ബേ, നൂറ. അതെ, അവൻ പതുക്കെ അവളെ വിളിച്ചു. ഷാഹുൽ എന്താ ഇവിടെ? ഇവിടെ ആരുമില്ലേ? ഉമ്മ ഉണ്ട്, വിളിക്ക ഉമ്മ. അപ്പോഴേക്കും അവൾ ഉമ്മയെ വിളിക്കാൻ പോയി. ഉമ്മ അവിടെ. മോളെ, ആരാടി? നിനക്കറിയുന്ന ആളാണോ? എന്നാൽ അവൾ മൗനം പാലിച്ചു. ഒരു പക്ഷേ എനിക്കറിയുന്ന ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമുണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവൾ ഉമ്മ ഒരാൾ വിളിക്കണ്, പോയി നോക്കി. എന്നാൽ അതാ ഉമ്മ വേഗം അപ്പുറത്തേക്ക് വന്നു. മോനെ, അത് ശരി. പണിക്കേ എന്ന് പണിക്കാരെ വിളിച്ചാലും അവരിന്ന് വരാം നാളെ വരാം പറഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ വേറെ നോക്കിക്കയ്യേ. ഞമ്മക്കത് കഴിഞ്ഞിട്ടാണ് കുടിരിക്കണ്ടേ. അപ്പോൾ പണികളും കാര്യങ്ങളും എല്ലാം അറിഞ്ഞോളൂ. ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ പണിക്കും ആളെ കിട്ടിയ സുഖമാണല്ലോ. അല്ല, വീട് പണിക്കരല്ലേ വന്നത്? അതെ, ഇവിടെ വീടുണ്ടെന്ന് എൻ്റെ കൂട്ടുകാരൻ ഷെഫീക്ക് പറഞ്ഞു. അപ്പോൾ സൈറ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ആയിക്കോട്ടെ മോനെ, കയറി ഇരിക്കേ. അല്ല, ഇരിക്കൊന്നും വേണ്ട. മോളെ നൂറ, മോളൊരു ഗ്ലാസ് ചായ എടുത്തേ. വീട്ടിലേക്ക് ഒരാൾ ആദ്യമായിട്ട് വരുമ്പോൾ ചായ കൊടുക്കണ്ടേ? എന്നാൽ നൂറ അപ്പോഴേക്കും ചായ ഉണ്ടാക്കി കടിയുമായി അവൾ അതാ അങ്ങോട്ട് വന്നു. ഉമ്മ ഇതാ. മോനെ, എന്നാൽ കയറിയിരിക്കേ, ഇത് കുടിച്ചോളി. നല്ല മഴയും തണുപ്പൊക്കെ അല്ലേ, ഇത് കുടിച്ചോളി. നല്ല ചൂടുള്ള ടേസ്റ്റുള്ള പാൽച്ചായ. ശരിക്കും അതെ, അവന് തോന്നി, റബ്ബേ, ഇതെൻ്റെ നൂറുണ്ടാക്കിയതാണ്. അവൻ മനസ്സ് നിറഞ്ഞ് അത് കുടിച്ചു. റബ്ബേ, അവളുടെ ആ മനോഹരമായ കൈകൾ കൊണ്ടുണ്ടാക്കിയ ആ ചായ ഇത്രയധികം ടേസ്റ്റ് ആണെങ്കിൽ അവൾക്ക് എന്ത് ടേസ്റ്റ് ആയിരിക്കും, പാവൻ്റെ നൂറ. എന്നാൽ ചായ കുടി കഴിഞ്ഞു. എന്നാൽ അപ്പോഴേക്കും അതാ ദിൽഷാദ് എത്തി. ഷെഫീക്ക് പറഞ്ഞിട്ട് ഓക്കെ ചായ കുടിച്ചോ? കുടിച്ചു. ഷെഫീക്ക് പറഞ്ഞ് നോക്കാൻ പറഞ്ഞിരുന്നു സൈറ്റ്. എന്നാൽ വന്ന് നോക്കി പോരി. അങ്ങനെ അതാ അവൻ്റെ പിന്നാലെ അവൻ ചെല്ലുന്നു. വീട് നോക്കിക്കണ്ടു. അതെ, താഴെ 2 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമാണ് ഉള്ളത്. പിന്നെ സിറ്റ് ഔട്ട് ഉണ്ട്, പിന്നെ പോർച്ച്, അതുപോലെ തന്നെ ഒരു കോട്ടയാട് ഉണ്ട് ഒരു ഭാഗത്ത്. ആ കോട്ടയാടിൻ്റെ വ്യൂ 3 ഭാഗത്തുനിന്നും ശരിക്കും കിട്ടുന്ന രീതിയിൽ ഒരു പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ഉണ്ട്. അതുപോലെ മുകളിൽ ഒരു ഓപ്പൺ സിറ്റ് ഔട്ടും ഉണ്ട്. അതുപോലെ തന്നെ ഒന്ന് മേൽക്കൂരയുള്ള സിറ്റ് ഔട്ടും ഉണ്ട്.
ചുരുക്കി പറഞ്ഞാൽ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു പാകത്തൊരു വീട്. കൂടുതൽ സ്ക്വയർ ഫീറ്റ് ഒന്നുമില്ല, എങ്കിലും ഉള്ളത് നല്ല ഭംഗിയുണ്ട്. ഒരു നിമിഷം അതാ അവനോട് പറഞ്ഞു, അതല്ല ഇത് മൊത്തത്തിൽ പണി കഴിച്ചു വരാൻ എത്ര വരുമെന്ന് കണക്കാക്കാമോ? നോക്കട്ടെ, സ്ക്വയർ ഫീറ്റ് അനുസരിച്ചാണ് ഇവിടുത്തെ. പിന്നെ തേപ്പ്, പിന്നെ അതുപോലെ തന്നെ ഫ്ലോറിൻ്റെ വർക്ക്, ഫില്ലർ വർക്ക്, അതുപോലെ ഇവിടെ ബാൽക്കണിക്കുള്ള കാര്യങ്ങൾ, അതൊക്കെ സെറ്റാക്കാം. പഴയ വീടിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇത് സ്ക്വയർ ഫീറ്റ് കുറവാണോ? അതെ, പഴയ വീടെന്ന് വെച്ചാൽ ഒരുപാടുണ്ട്, ഏരിയ ഉണ്ട്. പക്ഷേ പുതിയ വീടിന് അത്രയില്ല. ഓക്കെ. അപ്പോൾ ഒരു ഭാഗമൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് ആ ഒരു റൗണ്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്. പിന്നെ ബാൽക്കണി ആ ഭാഗം സെറ്റാക്കുമ്പോൾ ഗ്രില്ല് കാര്യങ്ങൾ. അല്ല, ഫ്ലോറിൽ നിങ്ങൾ എന്താ വിരിക്കാൻ ഉദ്ദേശിക്കുന്നത്? ടൈലോ മാർബിളോ? മാർബിളാണ് ഉമ്മാക്ക് ഇഷ്ടം, അപ്പോൾ അത് മതി. ഓക്കെ, അപ്പോൾ പിന്നെ എന്തായാലും ഒരു 1.5 മാസത്തെ പണി പിടിക്കും. 1.5-2 മാസത്തോളം ഉണ്ടാവും മാർബിളിൻ്റെ പണി തന്നെ. കാരണം മാർബിൾ ആകുമ്പോഴേ അതിൻ്റെ പോളിഷും കാര്യങ്ങളും ഫിനിഷിംഗ് ഒക്കെ ആയി വരുമ്പോഴേക്കും ടൈം എടുക്കും. ഗ്രാനൈറ്റ് ആകുമ്പോൾ പിന്നെ അത്ര വരില്ല, അതിങ്ങനെ ഡയറക്റ്റ് പോളിഷ് ചെയ്ത് വരുന്നതുകൊണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ടൈലാകുമ്പോൾ പിന്നെ അത്ര പണിയൊന്നുമില്ല. അല്ല, ടൈല് വേണ്ട, അപ്പോൾ മാർബിൾ തന്നെ മതി. ഓക്കെ, എന്നാൽ ശരി. അതിനനുസരിച്ച് പിന്നെ ഇവിടെ ഗ്ലാസ്, ഒരു ഭാഗത്ത് ഗ്ലാസ് കൊടുക്കണമെന്നുണ്ട്. ഗ്ലാസ് ആണോ? ഓക്കെ, ഗ്ലാസ്സിനിപ്പോൾ പറയുകയാണെങ്കിൽ കുറച്ച് ഇപ്പോൾ റേറ്റ് കുറച്ച് ഗ്ലാസ്സിന് കൂടിയിരിക്കണം, എന്നാലും കൊടുത്താൽ നല്ല ഭംഗിയുണ്ടായിരിക്കും. ഓക്കെ. എന്നാൽ ശരിക്കും അതാ ഷാഹുലിൻ്റെ മനസ്സ് മുഴുവൻ ആ തറവാട്ട് വീട്ടിലായിരുന്നു. തറവാട്ട് വീട്ടിലാണ് എൻ്റെ പ്രിയപ്പെട്ട നൂറയുള്ളത്. കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാലും ദുഷ്ടനായ എൻ്റെ നൂറയുടെ ഭർത്താവേ, ഒരു കണക്കിന് നിങ്ങൾക്ക് അവളോട് ഇഷ്ടം തോന്നാത്ത എൻ്റെ ഭാഗ്യമാണ്. നൂറ എൻ്റെതാണ്, അതുകൊണ്ട് മാത്രം. എന്നാൽ ഈ സമയം തറവാട്ട് വീടിലെ ആ ജനലിൻ്റെ ഒരു ഭാഗത്തോടു കൂടി നൂറ പുറത്തേക്ക് നോക്കി. അല്ലാ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുമോ? സത്യത്തിൽ അത് ഷാഹുൽ തന്നെയല്ലേ? ഈ വീട്ടിലേക്ക് വന്നത് ഷാഹുൽ തന്നെയാണോ? റബ്ബെ, എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? എൻ്റെ പ്രാർത്ഥന പടച്ച റബ്ബ് സ്വീകരിക്കുന്നുണ്ടോ? അല്ലാ, അവൾക്ക് കൈകാലുകൾ തളരുന്ന പോലെ, മനസ്സ് വല്ലാത്തൊരു വിറയൽ പോലെ. പഠിച്ചോനെ, അതെ, എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ സമാധാനമാണോ സന്തോഷമാണോ ഭയമാണോ എനിക്കറിയുന്നില്ല. വല്ലാത്ത ഭയമുണ്ട്, അതിലേറെ സന്തോഷമുണ്ട്, എന്നാൽ അതിലേറെ സമാധാനമുണ്ട്. പഠിച്ചോനെ, ഞാൻ എന്ത് ചെയ്യാ? മോളെ നൂറ, ഉമ്മ അപ്പോഴേക്കും വിളിച്ചു. ഉമ്മ, നീ എവിടെയായിരുന്നോ? ഞാൻ ഇവിടെ ഉണ്ടുമ്മ. അത് ശരി. മോളെ, വീട് പണിയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാലേ എന്താ വേണ്ടത്? കരാറ് കൊടുക്കണോ? ഇനിയിപ്പോൾ എത്ര പൈസ ഒക്കെ പറയണാവോ? കരാറ് കൊടുത്താലെന്ന് വെച്ചാൽ അവർക്ക് ഫുഡും കാര്യങ്ങളും നമ്മൾ കൊടുക്കണ്ട. പിന്നെ അവർക്ക് ഹോട്ടൽ ഭക്ഷണമൊക്കെ ആയിരിക്കും വല്ലപ്പോഴൊക്കെ, അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. എന്നാൽ പെട്ടെന്ന് തന്നെ നൂറ് പറഞ്ഞു, ഉമ്മ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാം. അതിനെന്താ, ഞാനും ഉമ്മ ഇവിടെ അല്ലേ? ഇനിയിപ്പോൾ പണിക്കാർ 4-5 ഉണ്ടെങ്കിലും തന്നെ ഉമ്മ ഞാൻ ഉണ്ടാക്കിക്കോളാം ഫുഡ്. എനിക്കിഷ്ടമാണ് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഉമ്മ, അതല്ലേ ഏറ്റവും നല്ലത്? മോളെ, ഞാൻ നിന്നോട് ചോദിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ തന്നെ നിനക്ക് ഇടങ്ങാറാകേണ്ടി വരും. ഫൗസ്റ്റിയാൻ ഇതിനൊന്നും കിട്ടൂല. പിന്നെ കരാറ് കൊടുത്താൽ എന്താ, നമുക്ക് എന്തായാലും ഭക്ഷണം നമ്മൾ ഉണ്ടാക്കുമല്ലോ. ആ കൂട്ടത്തിൽ കുറച്ചെണ്ണം ഉണ്ടാക്കിയാൽ പോരെ. ചിലപ്പോൾ 1-2 പണിക്കാരൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഇനി ഭക്ഷണം കൊണ്ടേ കൊടുക്കാൻ അവനെ കിട്ടുമോ എനിക്കറിയില്ല. അവന് ഏത് നേരം അവിടെ പുറത്തായിരിക്കും. നമ്മൾ തന്നെ അതിനുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തേണ്ടി വരും. അതുകൊണ്ട് മോളെ, കരാറ് കൊടുക്കണ്ട അല്ലേ, ചിലവ് കൊടുക്കാം നമുക്കല്ലേ? ആയിക്കോട്ടമ്മ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്നാൽ അതാ ഒരു നിമിഷം അവൾ സന്തോഷം കൊണ്ട് പടച്ച റബ്ബിനോട് ഹംദ് പറഞ്ഞു. അൽഹംദുലില്ലാ റബ്ബേ, എൻ്റെ ജീവിതത്തിലെ വിഷമങ്ങളൊക്കെ കഴിഞ്ഞു പോവുകയാണോ? അതോ എനിക്ക് ആ സന്തോഷമായ ആ നിമിഷം എനിക്ക് നീ സമ്മാനിക്കുകയാണോ? അല്ലാ, അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതേ, ഷാഹുലിൻ്റെ മുഖം പെട്ടെന്ന് കണ്ടപ്പോൾ അവളുടെ മനസ്സ് വല്ലാതെ അങ്ങ് സന്തോഷിച്ചു. റബ്ബേ, പഠിച്ചോനെ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ. വീട്ടിൽ നിന്ന് പേടിച്ച ആ ഒരു നിമിഷങ്ങൾ, അതെ, ഒരിക്കലും കാണരുതെന്ന് പറഞ്ഞ ആ ഒരു വാക്കുകൾ, എന്നാൽ അതെല്ലാം ഇന്ന് സുലഭമായി ഇവിടെ ലഭിക്കുകയാണോ എനിക്കറിയുന്നില്ല. അവൾക്ക് സന്തോഷം കൊണ്ട് എന്തെന്നറിയില്ലാത്ത ഒരു സമാധാനം തോന്നി തുടങ്ങുകയാണ്. അത് ഷാഹുൽ എൻ്റെ തൊട്ടടുത്തുണ്ട് എന്നൊരു തോന്നൽ അവളുടെ മനസ്സിൽ വന്നു. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.